നോയമ്പൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നോയമ്പ് തുറന്ന് കഴിയുമ്പോൾ കുടിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഡ്രിങ്കാണ് നമ്മുടെ ഈ തരിക്കഞ്ഞി. അപ്പൊ ഇത് മിക്കവർക്കും തന്നെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, എങ്കിലും പലരും പല രീതിയിലായിരിക്കും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല ഉണ്ടാക്കാൻ. കുക്കിംഗ് ഒക്കെ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്നവർക്ക് ചിലപ്പം കറക്റ്റ് മെഷർമെന്റ് ഒന്നും അറിയത്തില്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് ചെയ്തു നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക. അപ്പൊ നമുക്ക് തരിക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റവയാണ്. അപ്പൊ ഇത് വറുത്ത റവയാണ്. വറുത്ത റവ തന്നെ വേണമെന്നൊന്നുമില്ല, വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് നല്ലപോലെ ഇളക്കി നന്നായിട്ട് പാല് തിളച്ച് ഒരു തിക്കായിട്ട് വരുന്ന ഒരു സമയം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ റവ നല്ലപോലെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 2 ഏലക്ക ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ റവയൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് വേവായിട്ട് കിട്ടും. ഇപ്പൊ ഇവിടെ 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമ്മുടെ തരിക്കഞ്ഞി നല്ല കറക്റ്റ് പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ട ഈ ഒരു ലൂസിലാണ് ഞാൻ തരിക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് ചൂടൊന്ന് കുറച്ച് കുറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാകും. ഒരുപാട് അങ്ങ് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നോയമ്പൊക്കെ പിടിച്ചിരുന്ന് നോയമ്പ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അയവിലാണെങ്കിലാണ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ഞാനിവിടെ ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ചുവന്നുള്ളി വട്ട വരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ കുറച്ച് നട്ട്സാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തരിക്കഞ്ഞിയിലേക്ക് ഇടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.